ഹലോ, ഇന്നേ ഒരു ബർത്ത്ഡേ വ്ളോഗ് കാണാം നമുക്ക്. അനിയത്തിയുടെ മക്കളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ട്വിൻസ് അവർ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കറണ്ട് പോയായിരുന്നു. അതാണ് ഇറങ്ങിയപ്പോഴത്തേനും കാണിക്കാൻ പറ്റാതെ. ഇതിപ്പോൾ എന്തേ ഞങ്ങൾ പൊൻകുന്നത്തൂടെ ഇങ്ങനെ പാസ് ചെയ്തു. എനിക്കൊന്നൊരു 10 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. 10 മണി 10:30 ആയി. ഇത് മാക്സും സ്റ്റുഡിയോ ഒക്കെ എല്ലാം ഇങ്ങനെ ലൈറ്റ് അണച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ എന്നിട്ട് അത് ഇങ്ങനെ പോവുക. ഞങ്ങളിതങ്ങ് മുണ്ടക്കയം കഴിഞ്ഞിട്ട് അവിടെ കയറുന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ കണ്ടത് ആ പശുവിനെയൊക്കെ. ഇതിപ്പോൾ അവരുടെ വീട്ടിലോട്ട് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങിപ്പോവാണേ. അവരവിടെ കേക്കൊക്കെ മുറിച്ചു. പിന്നെ ഞങ്ങൾ സർപ്രൈസായിട്ട് ചെല്ലുന്നതാണ്. അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അതാണ് ഇത്രയും താമസിച്ചത്. വീട്ടിലോട്ട് ഞങ്ങൾ ഇറങ്ങി പോവുക. രാത്രി ആയതുകൊണ്ട് അവർ ഭയങ്കര ഇതുപോലെ തോന്നുന്നു കേട്ടോ. അതാ വീടെത്തിയേ. രണ്ടുപേരും എല്ലാവരും ഉറങ്ങി കാണും. ഞങ്ങളിത് പമ്മി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയുടെ വെട്ടം ഇതടിച്ചപ്പോൾ മനസ്സിലായി കാണും. മോൻ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇപ്പം പുറകെ മോള് കഥയൊക്കെ തുറന്നാൽ മോളും പോയി. അതേ കേക്കിങ് ഉണ്ട്. ഇത് ആങ്ങളയുടെ മോളാണേ, പൊന്നി. ഞങ്ങളൊന്നിപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. കുത്തി തെളിച്ച് ഞങ്ങൾ രണ്ടുപേര് ഒന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കി. ഒരാൾ കണ്ണ് തുറന്നിങ്ങനെ നോക്കിയിട്ട് വീണ്ടും പുതപ്പെടുത്ത് തലവഴിയൊക്കെ പുതച്ചിട്ട് ഞങ്ങൾ വിട്ടില്ല. ഇതാണ് ഞങ്ങൾ മേടിച്ച കേക്ക്. അയാനാന്നും അഹാനാന്നും ആണേ രണ്ടുപേരുടെയും പേര്. ട്വിൻസാണേ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു സിസ്റ്റർ അവൾ അപ്പം ഇല്ല ഞങ്ങളുടെ കൂടെ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഓടി വന്നിട്ട് എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഓടി വരുന്നതാണ്. അത് പപ്പ, അതാണ് ശ്യാമ അവരുടെ അച്ഛൻ. ഇത് ഓമനയമ്മ. ഇത് അവർ മുറിച്ച കേക്കും ഒക്കെയാണ്. അതെല്ലാം എടുത്തുകൊണ്ട് വന്നതാണ് അതിൻ്റെ കൂടെ വെക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം എല്ലാം വെച്ച് രണ്ടുപേരും പോയി ഡ്രസ്സും ഒക്കെ മാറ്റി വന്ന് അങ്ങനെ നിൽക്കുക. ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേർക്കും. അപ്പം ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചു. എന്ന് പറഞ്ഞാൽ കുറച്ച് പൊട്ട്, തലയിലിടുന്നത്, അങ്ങനത്തെ. അത് അപ്പുറത്തെ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇത് ഹസ്ബൻഡാണ്. ഇത് അവർ മുറിച്ച കേക്ക്. അതൊക്കെ മുറിച്ചെടുത്ത് തിന്നുക. രാത്രി നല്ല സമയം, നല്ല സമയം കേട്ടോ. 11:30 12 ആയി ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ. എന്നിട്ട് പിന്നെ ഇതേ 4 പേരും കൂടെ നിന്ന് കേക്ക് മുറിക്കാൻ പോവാം. അത് അവിടുത്തെ പപ്പായാണ്, അതായത് അവരുടെ പപ്പായുടെ പപ്പ. ഇത് അടുത്ത ശ്യാമിൻ്റെ അമ്മ, ഓമനയമ്മ. അവരെല്ലാം ഉറക്കത്തിലായിരുന്നു. ഞങ്ങളെല്ലാവരെയും കുത്തി തെളിച്ചതാണ്. അപ്പോൾ കേക്ക് മുറിക്കാൻ തുടങ്ങി. 4 പേരും കൂടെ സന്തോഷമായിട്ട് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പടുതാണ്ട കറണ്ട് പോയി അന്നേരം. അപ്പോൾ അതേ അവിടെ മറ്റേ ലൈറ്റ് കത്തി. കറണ്ട് പോയിട്ട് മുറിച്ചിട്ട് 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും എല്ലാം ചെയ്യുക. ഞാനും അന്നേരം പെട്ടെന്ന് ഇച്ചിരി നിങ്ങളുടെ വായി വെച്ച് കൊടുത്തു. ഉറക്കത്തിന് വിളിച്ചപ്പോൾ ഉള്ളൊരു ഇതേ ഉള്ളായിരുന്നേ. ഇപ്പം നല്ല ഓണായിട്ട് തന്നെ നിൽക്കുക. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്നുള്ളത് അനിയത്തി ഇല്ല. അനിയത്തി ഇപ്പം ഇല്ലാതായിട്ട് ഒരു 4ാമത്തെ വർഷമായത്. ഈ വർഷമാകുമ്പോൾ ഓഗസ്റ്റ് 24 ആകുമ്പോൾ 4 വർഷമാകും. അപ്പം ഞങ്ങളെല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇതുപോലെ പാതിരാത്രിക്ക് തന്നെയാണ് ചെല്ലുന്നത്. കേക്ക് മുറിക്കും. ഇന്ന് ഞങ്ങളവിടെ സ്റ്റേയാണ്. ഞങ്ങൾ പിറ്റേ ദിവസമാണ് വന്നത്. എല്ലാം കേക്കൊക്കെ മുറിച്ചത് 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുകയും ഇതെല്ലാം ചെയ്യുക. എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. അവരുടെ ഒരു സന്തോഷമാണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണല്ലോ നമ്മുടെ ഒരു വലിയ സന്തോഷമെന്ന് പറയുന്നത്. അപ്പം അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വേറൊന്നും ചിന്തിക്കാറില്ല. രാത്രിയെങ്കിൽ രാത്രി ഒരൊറ്റ പോക്ക് പോയി. പെട്ടെന്ന് പോയി ഞങ്ങൾ കേക്ക്. രാത്രി ഒരു 9:30 ആയപ്പോഴാണ് ഞങ്ങൾ ഓവൻ ബേക്കറി പോയി കേക്കൊക്കെ മേടിച്ചിട്ട്. പിന്നെ അവിടുന്ന് രാത്രി 9:30 അല്ലെന്ന് തോന്നുന്നു, 9:15 തോന്നുന്നു. അവിടുന്ന് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ കടയുണ്ടായിരുന്നു. അവിടെ പോയി അവർക്കുള്ള ഗിഫ്റ്റും ഒക്കെ മേടിച്ച് ഞങ്ങൾ വന്നത്. അപ്പം ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നല്ലപോലെ താമസിച്ചായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത്രയും ലേറ്റായത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോയേനെ. അപ്പം പിന്നെ കേക്കും എല്ലാം മുറിച്ചത് എല്ലാവരും എല്ലാം വെട്ടി തുണ്ടം പോലെ ആക്കി. പിന്നെ എല്ലാവരും കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പോയത്.
അവർ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചു എല്ലാം നോക്കി സന്തോഷമായി. പിന്നെ ഞങ്ങളെല്ലാവരും പോയി കിടന്നു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കേ.